നമസ്കാരം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന 18ാം ലോക്സഭയുടെ ആദ്യ സർവകക്ഷി യോഗത്തിൽ സഖ്യകക്ഷികളും എതിരാളികളും നരേന്ദ്രമോദി സർക്കാരിന് മുന്നിൽ ആവശ്യങ്ങളുടെ ഒരു നീണ്ട പട്ടികയുമായി രംഗത്തെത്തി. കൻവർ യാത്രാ റൂട്ടിൽ ഉള്ള ഭക്ഷണശാലകളിൽ നെയിം പ്ലേറ്റുകൾ പ്രദർശിപ്പിക്കാനുള്ള ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവ്, ജമ്മു കശ്മീരിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ കേസുകൾ, മണിപ്പൂരിലെ ആഭ്യന്തര കലഹം, നീറ്റ് ഉൾപ്പെടെയുള്ള മറ്റു പരീക്ഷകളിലെ ക്രമക്കേടുകൾ എന്നിവ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. സഖ്യകക്ഷികളായ TDPയും JDUവും LJPയും ആന്ധ്രാപ്രദേശിനും ബീഹാറിനും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് രംഗത്തു വന്നത്. മുമ്പ് പാർലമെന്റ് കൊണ്ടുപോയതുപോലെ ഇനി കഴിയില്ല എന്ന ബോധ്യം BJPയിൽ ഉറച്ചു എന്ന് വ്യക്തമാക്കുന്ന നിലയിൽ കഴിഞ്ഞ കാലത്തു നിന്നും വ്യത്യസ്തമായി ഒരംഗം മാത്രമുള്ള ചെറിയ പാർട്ടികൾക്ക് പോലും ഇത്തവണ അവർ ക്ഷണം നൽകി. മൊത്തം 44 പാർട്ടികളെ പ്രതിനിധീകരിച്ച് പ്രതിനിധികൾ പങ്കെടുത്തുവെന്നും യോഗത്തിൽ അധ്യക്ഷനായ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ 55 നേതാക്കൾ സംസാരിച്ചുവെന്നും പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പാർലമെന്റ് സുഗമമായി നടത്തുക എന്നത് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും കൂട്ടുത്തരവാദിത്വമാണെന്ന് പറഞ്ഞ കിരൺ പ്രതിപക്ഷത്തിന്റെ സഹകരണം അനിവാര്യമാണെന്ന് ഊന്നി പറഞ്ഞു. രക്തസാക്ഷി ദിനത്തിൽ സംസ്ഥാനത്തുണ്ടായിരിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് ചൂണ്ടിക്കാട്ടി തൃണമൂൽ കോൺഗ്രസ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നുവെങ്കിലും ബാക്കി എല്ലാവരും യോഗത്തിൽ പങ്കെടുത്തു. കൻവാർ യാത്ര വഴിയിലുള്ള വഴിയോര ഭക്ഷണശാലകളോട് ഉടമകളുടെ പേര് വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവിനെതിരെ മിക്കവാറും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ശക്തമായി രംഗത്തു വന്നു. ഉത്തരവ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്ന കാഴ്ചയാണ് യോഗത്തിൽ കണ്ടത്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവിനെതിരെ നേരത്തെ പാർലമെന്റിന് പുറത്ത് JDU, LJP, രാഷ്ട്രീയ ലോക്ദൾ എന്നീ പാർട്ടികൾ ശബ്ദിച്ചെങ്കിലും അവരുൾപ്പെടെ NDA സഖ്യകക്ഷികൾ ആരും ഈ വിഷയം യോഗത്തിൽ ഉന്നയിച്ചില്ല. യോഗത്തിനൊടുവിൽ JDU വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് ഝാ മതപരമോ ജാതിപരമോ ആയ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വേർതിരിക്കുന്നതിൽ തന്റെ പാർട്ടി വിശ്വസിക്കുന്നില്ലെന്നും ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും വ്യക്തമാക്കി. ഉത്തർപ്രദേശ് സർക്കാരിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണ്. ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കാനുള്ള ഒരു മാർഗമാണിത്. ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു. മുഴുവൻ പ്രതിപക്ഷവും ഞങ്ങളോടൊപ്പമുണ്ട്. ഐത്തം നിർത്തലാക്കിയ ആർട്ടിക്കിൾ 17ന്റെ ലംഘനമാണ് ഉത്തരവെന്ന് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി വിശേഷിപ്പിച്ചു. ജമ്മുവിലെയും മണിപ്പൂരിലെയും ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെയും കൻവാർ യാത്രയുടെ പേരിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെയും ഉത്തരവുകൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതാണെന്നും നമ്മുടെ സമൂഹത്തിനുള്ളിൽ അത് പിരിമുറുക്കം സൃഷ്ടിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി. നീറ്റും നെറ്റും നടത്തിയതിലെ ക്രമക്കേട്, റെയിൽവേ സുരക്ഷ, അഗ്നിവീർ തുടങ്ങിയ വിഷയങ്ങളും കോൺഗ്രസ് വക്താവ് ഗൊഗോയ് ഉന്നയിച്ചു. ജമ്മുവിലെയും മണിപ്പൂരിലെയും ആഭ്യന്തര സുരക്ഷാ സാഹചര്യവും നീണ്ടുനിൽക്കുന്ന ഇന്ത്യ ചൈന സംഘർഷവും ഗൊഗോയ് യോഗത്തിൽ ഉന്നയിച്ചു. യഥാർത്ഥ വെടിക്കെട്ടിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ടിന്റെ പ്രതീതി ഉണ്ടാക്കിയ സർവകക്ഷി യോഗം നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനം എത്രമാത്രം പ്രക്ഷുബ്ധമായിരിക്കുമെന്ന സൂചനയാണ് നൽകിയത്. വരും ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ വെടിയും പുകയും ഉയരുമെന്നുറപ്പ്.